MC എന്ന നവാഗത സംവിധായകൻ ചെയ്ത പടം സൂക്ഷ്മദർശിനി തിയേറ്ററിൽ പോയി കണ്ടു. ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനർ സമീർ താഹിറും കൂടെ ഒരുപാട് പേരും കൂടെ ചേർന്നിട്ട് ചെയ്ത പടമാണ്. പടത്തിലെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നസ്രിയ ഫഹദാണ്. നസ്രിയയുടെ ട്രാൻസിന് ശേഷമുള്ള മലയാളം മൂവിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നസ്രിയ ഇതിനകത്ത് നടിച്ചു വെച്ചിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസാണ്, പറയാതിരിക്കാൻ വയ്യ. പടത്തിൻ്റെ മേക്കിങ് കിടിലമാണ്. പടത്തിൽ ഓരോ മൊമെൻറ്റുകളും നമുക്ക് അത്രക്കും സസ്പീഷ്യസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ മേക്കർക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ല രീതിയിൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഈ പടത്തിലുണ്ട്. പടം തുടങ്ങുന്നത് തന്നെ പ്രിയ എന്ന ആ ആളുടെ ഒരു മൈക്രോബയോളജിസ്റ്റാണ്. മൈക്രോബയോളജി MSc മൈക്രോബയോളജി കഴിഞ്ഞിട്ട് ജോബ്ലെസ് ആയിട്ട് ഇരിക്കുകയാണ്. ഹസ്ബൻഡ് ഒരു ബാങ്ക് എംപ്ലോയിയാണ്, ഒരു മകളും ഉണ്ട്. അപ്പോൾ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് ആ ഏരിയയിലേക്ക് ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ അവരെ അമ്മയുമായിട്ട് വരികയാണ്. അപ്പോൾ ബേസിൽ ജോസഫിനെ ഒരുപാട് സസ്പീഷ്യനിലൂടെ നോക്കിക്കാണാണ് നമ്മളുടെ പ്രിയദർശിനി. അപ്പോൾ ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടറിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കുഴപ്പങ്ങളുണ്ട്. ബേസിൽ ജോസഫ് പറയണമൊന്നും ശരിയല്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിഗൂഢതകൾ ബേസിൽ ജോസഫിന് ഉണ്ട് എന്നുള്ള അനുമാനത്തിൻ്റെ പേരിൽ നസ്രിയ കാട്ടിക്കൂട്ടുന്ന ചെയ്തികൾ, കോപ്രായങ്ങൾ, അത് കുറേയൊക്കെ ശരിയാണ്, കുറേയൊക്കെ തെറ്റാണ്. പക്ഷേ നസ്രിയയുടെ പോക്ക് കറക്റ്റ് ആണോ എന്നുള്ള ഡയറക്ഷനിൽ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ നസ്രിയനെ കുറേ വാണിംഗ് കിട്ടുന്നു, നസ്രിയയുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നു, അതേപോലെ ബേസിൽ ജോസഫിൻ്റെ അടുത്ത് കിട്ടുന്നു. ആ രീതിയിലുള്ള കുറേ എലമെൻസുകൾ മിക്സപ്പ് ചെയ്തിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. മെമ്മറിയാണ് ഈ പടത്തിൻ്റെ ഒരു ഇതിവൃത്തം. നമ്മളെ കിഷ്കിന്ദ കാണ്ഡത്തിൽ കണ്ട ആ ഒരു സംഭവങ്ങളൊക്കെ പോലെ തന്നെ അൽഷിമേഴ്സ് ഡിസീസിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പടത്തിൻ്റെ ഇതിവൃത്തം. അത് പടത്തിൽ എങ്ങനെ അവർ രസകരമായിട്ട് കമേഴ്ഷ്യലായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള രീതിയിൽ മാക്സിമം ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ പടം ചെയ്തു വെച്ചിരുന്ന കാര്യത്തിൽ സംശയമില്ല. ഗംഭീര തിരക്കഥയാണ്, ഗംഭീര മേക്കിംഗ് ആണ്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ ഷൂ തന്നിട്ടൊരു പോക്കാണ് പോവുക ചെയ്യുക. നല്ല സ്പീഡാണ്. ഒരു മൊമെൻറ്റിൽ പോലും നമുക്ക് ബോറടിക്കൂല. ഇനി എന്താന്നുള്ള രീതിയിൽ തോന്നുന്ന രീതിയിലുള്ള ഓരോ എലമെൻറ്റ്സ് ഉണ്ട് ഇതിൽ. ബേസിൽ ജോസഫ് കുടുങ്ങുമോ, ബേസിൽ ജോസഫിന് പകരം നമ്മളെ പ്രിയദർശിനി നസ്രിയ ഫഹദ് കുടുങ്ങുമോ, ഇതിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള സംഭവം നമുക്ക് ക്ലൈമാക്സ് വരെ ഒരു പിടുത്തം തരാത്ത രീതിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പല എലമെൻസിലും നമുക്ക് സംശയങ്ങൾ തോന്നും. എന്താണ് ഇത് റിയാലിറ്റി, എന്താണ് പ്രശ്നങ്ങൾ പറ്റുന്നത്, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണോ അതോ വേറെ എന്തെങ്കിലും കള്ളക്കടത്താണോ ചെയ്യുന്നത്, വല്ല തെഫ്റ്റാണോ മർഡറാണോ, എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു എത്തും പിടിയും തരാത്ത രീതിയിൽ നമുക്ക് ഓഡിയൻസിന് ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടാണ് ഇവരിത് ചെയ്തു വെച്ചിട്ടുള്ളത്. കിഷ്കിന്ദ കാണ്ഡം എനിക്ക് തന്ന ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. അതൊരു ഗംഭീര പടമാണ്, ഒരു സംശയവുമില്ല. ആ പടത്തിൽ എനിക്ക് കിട്ടിയ ഒരു സർപ്രൈസ് എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ത്രില്ലിങ് എലമെൻറ്റ് എത്രയാണോ അതിൻ്റെ 10 മടങ്ങ് ഒരു എന്താ പറയുക ഫോഴ്സിലാണ് ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അതാണ് നമുക്ക് ഫീൽ ചെയ്യുക, ഓഡിയൻസിന് ഫീൽ ചെയ്യുക. ഇത് എന്താണെന്ന് അറിയില്ല, വളരെ കുറഞ്ഞ രീതിയിൽ പ്രൊമോഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. തിയേറ്ററിൽ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു റെസ്പോൺസ് ഒന്നും കിട്ടിയാൽ പോരാ എന്നുള്ളത് തോന്നിപ്പോയി. ഈ ഒരു പടം ഒരു നാഴികക്കല്ലായിട്ട് എഴുതി വെക്കപ്പെടേണ്ട രീതിയിലുള്ള ഒരു പടമാണ്. തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം എന്നുള്ള പറയാം. കാരണം അത്രക്കും ബ്രൂഡ് സൈലൻസിലേക്ക് ഓരോ കാര്യങ്ങൾ നോക്കിക്കണ്ടാൽ മാത്രമാണ് നസ്രിയക്ക് തോന്നുന്ന ആ ഒരു ഫീല് ഓഡിയൻസ് നമുക്കും കൂടെ ഫീൽ ആവുള്ളൂ. ഇത് ഒരിക്കലും TV കണ്ടാലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. OTT വരെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കാനും പാടില്ല. തിയേറ്ററിൽ പോവുക, കാണുക, എൻജോയ് ചെയ്യുക. ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല ത്രില്ലർ മൂവിയാണ്, നല്ല സസ്പീഷൻ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഓരോ എലമെൻറ്റും ഓരോ മൊമെൻറ്റും നല്ല രസമാണ്. ഒരൊറ്റ പോയിന്റ് ഓഫ് ടൈമിൽ പോലും നിങ്ങൾക്ക് ബോറടിക്കൂല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നസ്രിയയുടെ പെർഫോമൻസ് ഗംഭീരമാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ. ബേസിൽ ജോസഫിൻ്റെ ആ ഒരു നിഷ്കളങ്കത, ആ കുട്ടിത്തം, ആ കാര്യങ്ങളൊക്കെ എത്രമാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പോലെ തന്നെ ആ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന കള്ളത്തരങ്ങൾ, ആ സസ്പീഷൻ കാര്യങ്ങൾ, ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സട്ടിലായിട്ടുള്ള ഇമോഷൻസ് വരെ ബേസിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗംഭീരമാണ്. എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കണമെന്ന് നമുക്ക് അതിശയം തോന്നിപ്പോകും. അത്രക്കും രസത്തിൽ, അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് പോളിഷ് ചെയ്ത് വന്നിരിക്കുന്നത് ബേസിൽ ജോസഫ് എന്നുള്ള ആക്ടർ. നമുക്കറിയാം ARMൽ അദ്ദേഹം ചെയ്ത റോള്, പിന്നെ ഈ ജയഹേലിക അദ്ദേഹം ചെയ്ത റോളുകൾ, മിക്ക പടങ്ങളിലും ഇപ്പോൾ ഫാൽത്തു ജാൻവറിൽ അദ്ദേഹം ചെയ്ത റോള് ഒക്കെ മികച്ച വെറൈറ്റി റോള്. ഗുരുവായൂർ അമ്പല നടയിൽ ചെയ്ത ആ കോമഡി റോള്, ഇതിനകത്ത് അദ്ദേഹത്തിന് കിട്ടിയ ആ റോള് ഗംഭീരമായിട്ട് സേഫായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന കാര്യത്തിലാണ് നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത്. അതേപോലെ തന്നെ കോട്ടയം രമേശിൻ്റെ ക്യാരക്ടർ, ഒരുപാട് ക്യാരക്ടേഴ്സൊന്നും ഇല്ല പടത്തിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ മാക്സിമം അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് സിദ്ധാർത്ഥ് ഭരതൻ്റെ പെർഫോമൻസ്. സിദ്ധാർത്ഥ് ഭരത് ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത്, ഒരു പേടിത്തൊണ്ട ഡോക്ടറായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേടികൾ, അത് എത്രമാത്രം ടെൻഷൻ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു പേടി
എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും ഫീൽ ആവുന്ന രീതിയിൽ തന്നെ അഭിനയിച്ച് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് ഭരതന് കഴിഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരതനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗംഭീര ഡയറക്ടറാണ്, അതേപോലെ തന്നെ നല്ലൊരു പെർഫോമർ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. പടത്തിൽ നന്നായി അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടത്തിലെ ടോട്ടൽ പെർഫോമൻസ് ആര് കൊണ്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്ക്, ബേസിൽ ജോസഫ്. അതേപോലെ തന്നെ നസ്രിയയുടെ പെർഫോമൻസും ഗംഭീരമാണ്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നല്ല ഫ്രീ ടൈം ഉണ്ട്, നല്ല ഒരു അടിപൊളി ത്രില്ലർ, സസ്പീഷ്യസ് ത്രില്ലർ തന്നെ കാണണം, തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യണം വിത്ത് യുവർ ഫാമിലി ഓർ ഫ്രണ്ട്സ്. എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. ഒരു 9 ഔട്ട് ഓഫ് 10 നമുക്ക് സ്കോർ കൊടുക്കാം സൂക്ഷ്മദർശിനിക്ക്.